Hi friends, welcome back to our channel Physics Tutorial. Today we can continue with the question paper discussion of June 2022. Till question number 17 we have discussed. Now we can start with question number 18. Okay. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. കാരണം അതിനകത്ത് ഇനി ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാനില്ല. നമ്മൾ ഡിലീറ്റഡ് പോർഷൻ ഒഴിവാക്കിയിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് എ 3 mark question. Okay, first question is the value of acceleration due to gravity decreases with depth. That means the value of the acceleration due to gravity will decrease as the depth is increasing. അതായത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. Question is derive an expression for the acceleration due to gravity g at a depth d below the surface of earth. So here we have to find the expression for acceleration due to gravity at a depth d. Okay, അതായത് അറ്റ് എ ഡെപ്ത് ഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിയർ വി ആർ ഗെറ്റിംഗ് 2 mark. ഡെറിവേഷന് 2 marks ആണുള്ളത്. 1 more question is there. What is the weight of a body at the center of the earth? അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദ ബോഡി? എന്തായിരിക്കും വെയ്റ്റ് ഓഫ് ദ ബോഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് 1 mark ആണ്. അപ്പോൾ ടോട്ടൽ വി ആർ ഗെറ്റിംഗ് 3 marks ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ജി. അതായത് ബിലോ ദി സർഫസ് ഓഫ് എർത്ത് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ഡയഗ്രാമാറ്റിക്കലി ഇതിനൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം എർത്തിൻ്റെ സർഫസ്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഡെപ്തിലുള്ള പോയിൻ്റാണ്. സോ വി ക്യാൻ മാർക്ക് ഡി ഹിയർ. അതായത് ഇൻസൈഡ് നമ്മളൊരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. അവിടെയാണ് എന്തുള്ളത്? റേഡിയസ് ഓഫ് ഡി. അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ജിയുടെ വാല്യൂ കാണേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന റേഡിയസ് എത്രയായിട്ട് മാറും? R - d ആയിട്ട് മാറും. ടോട്ടൽ റേഡിയസ് R ആയിരുന്നു. നമ്മളെടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? D ആണ്. അപ്പോൾ അത്രയും പോർഷൻ എന്ത് ചെയ്യേണ്ടി വരും? D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കണം അല്ലേ? സോ ദാറ്റ് റേഡിയസ് ഈസ് R - d. അപ്പോൾ ഈ ഡയഗ്രം നമ്മളൊന്ന് വരച്ചു വയ്ക്കാം. അടുത്തത് ഇനി നമുക്ക് കാണേണ്ടത് G എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് അറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ സ്മോൾ ലെറ്റർ G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു ക്യാപിറ്റൽ M/r² ആണ് അല്ലേ? Gm/r² ആണ് ഇക്വേഷൻ. അപ്പോൾ അവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് കാണേണ്ടത്? G കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഓഫ് ദ എർത്ത് കാണണം. M എന്ന് പറയുന്നതാണ് ഇവിടെ മാസ് ഓഫ് ദ എർത്ത്. അത് ഇക്വേഷൻ കാണണം. അപ്പോൾ മാസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ കാണാൻ പറ്റും? നമുക്കിവിടെ ഈ എർത്ത് വി ക്യാൻ അസ്യൂം ആസ് എ സ്ഫിയർ ഹാവിങ് യൂണിഫോം ഡെൻസിറ്റി. അതായത് എർത്തിനെ നമുക്കൊരു യൂണിഫോം ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും മാസ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മാസ് എങ്ങനെ കാണാം? മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം കാണണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു സ്ഫിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 πr³ ആണ്. അതായത് എൻറ്റയർ എർത്തിൻ്റെ വോളിയാണ് പറഞ്ഞത്. 4/3 πr³ ആണ്. ഡെൻസിറ്റി റോ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ M വിൽ ബി ഈക്വൽ ടു 4/3 πr³ ഇൻറ്റു റോ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? G ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു ക്യാപിറ്റൽ M/r² ആണ്. അതിൽ എമ്മിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? G/r² ഇൻറ്റു 4/3 πr³ റോ എന്ന് കിട്ടി. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കി നോക്കൂ. അപ്പോൾ എന്താ കിട്ടുന്നത്? 4/3 πr റോ G എന്ന് എഴുതാം അല്ലേ? r² ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി കിട്ടുന്നത് എന്താണ്? 4/3 πr റോ G എന്നുള്ളതാണ്. ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ജിയുടെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് Gm/r² എന്നുള്ളതാണ്. ഇനി കാണേണ്ടത് നമ്മൾ ഇതിപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടത്. നമുക്ക് കാണേണ്ടത് എവിടെയുള്ള ഏത് ഡെപ്തിലുള്ളതാണ്? ഡി എന്ന് പറയുന്ന ഡെപ്തിലുണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷനിൽ ഏത് മാത്രമേ മാറ്റം വരൂ? അവിടെ ഉണ്ടാവുന്ന റേഡിയസിനാണ് മാറ്റം വരുന്നത് അല്ലേ? R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? R - d ആയിട്ട് മാറും. അപ്പോൾ എന്ത് മാറ്റമാണ് വരിക ഇക്വേഷന്?
അതായത് ജിക്ക് പകരം എന്ത് എഴുതാം, ജി ഡി എന്ന് പറയാം. ഓക്കെ, അറ്റ് എ ഡെപ്ത് ഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി റോ ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ മാറ്റം വരാനുള്ള കാരണം ക്ലിയർ ആയല്ലോ അല്ലേ, ബിക്കോസ് വി ആർ കൺസിഡറിങ് ദ പോയിന്റ് അറ്റ് എ ഡെപ്ത് ഡി ബിലോ ദ സർഫസ് ഓഫ് എർത്ത് ആണ്. സോ ആർ മൈനസ് ഡി ഇസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് പോർഷൻ. ഓക്കെ, സോ ദാറ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ആർ മൈനസ് ഡി ഫോർ ആറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ആർ മൈനസ് ഡി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് തേർഡ് ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ 3/2 ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ജി ഡി ബൈ ജി ആണ്. ജി ഡി എന്ന് പറഞ്ഞാൽ അറ്റ് എ ഡെപ്ത് ഡിയിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ജി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അവയെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ജി ഡി ബൈ ജി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, ആ ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി റോ ജി ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ റോ ജി എന്ന് വരും. കുറേ ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ടേംസ് എല്ലാം ഏതൊക്കെയാണ് ക്യാൻസൽ ആവുക, 4/3 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ദെൻ പൈ ക്യാൻസൽ ആവും, ദെൻ റോ ആൻഡ് ജി ഇത്രയും വാല്യൂസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഇക്വേഷൻ എന്തായി മാറും, ജി ഡി ബൈ ജി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്, ജി ഡി ആണ് അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ജി ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ അതിന് എന്താ കിട്ടിയത്, ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് ക്ലിയർ ആവുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെപ്ത് ഇൻക്രീസ്, ആസ് ദ ഡെപ്ത് ഇൻക്രീസസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. കാരണം എന്താണ്, ജി ഡി എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആറിന് ഈക്വൽ ആണ്. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. വി ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ, റൈറ്റ്? The question was what is the weight of a body at the center of the earth? Center of the earth ഇരുന്നു weight of the body എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. What will be the weight of the body? At the center of the earth acceleration due to gravity is 0. So weight also will be 0. ഓക്കെ, അതായത് സെൻറ്റർ ഓഫ് ദ എർത്തിൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആവുന്നത് എവിടെയായിരിക്കും, സർഫസ് ഓഫ് എർത്തിലായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, ഡിക്രീസസ് വെദർ ഇറ്റ് ഗോ അപ്പ് ഓർ ഡൗൺ. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഉണ്ടാവുന്ന പോയിന്റ് പറഞ്ഞാൽ സർഫസ് ഓഫ് എർത്ത് ആണ്. അവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിലും താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, വെയിറ്റ് ഡിക്രീസ് ചെയ്യും, ഓർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. സോ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ദ weight of the person will be 0. Next also we have a 3-mark question. The question is state Pascal's law. Pascal's law state ചെയ്യാനാണ്, അതിന് 1 mark ആണുള്ളത്. Next question is the schematic diagram of a hydraulic lift is shown in figure. Using Pascal's law find the value of F2 in terms of A1 and A2. അതായത് A1 ആൻഡ് A2 ആർ ദ ഏരിയാസ് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ ആണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഗിവൺ. യൂസിങ് പാസ്കൽസ് ലോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2 ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോഴ്സ് ആണ് കാണാനുള്ളത്. ഫോഴ്സ് F2 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2. So what is Pascal's law? Here we are getting 1 mark for this definition. Okay, so how we can define that? Whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. That means whenever we are applying pressure to any part of a liquid, then what will happen, that will be transmitted equally in all directions. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും, ഈക്വലി എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് Pascal's law. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ 1 mark you will get. Okay, so whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. In the second part of the question, the diagram is already given, so no need to draw it again. Here we have to find the force F2. Okay, that means using Pascal's law find the value of force F2 in terms of A1 and A2. അതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കിവിടെ ഫോഴ്സ് 2 പിസ്റ്റൻസ് ഉണ്ട്, അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് ആണ് F1 ആൻഡ് F2. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിൽ ഏരിയ A1 ആൻഡ് A2 തന്നിട്ടുണ്ട്. ദെൻ ബൈ യൂസിങ് A1 ആൻഡ് A2 വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് F2. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോ യൂസ് ചെയ്തുകൊണ്ട് F2-നുള്ള ഇക്വേഷൻ കാണുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഡെറിവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വിത്തിൻ 2-3 steps വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഓക്കെ, സോ
പ്രഷർ ഓൺ സ്മോൾ പിസ്റ്റൺ എങ്ങനെ കാണാം? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ സ്മോൾ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു F1 ആൻഡ് ദ ഏരിയ ഓഫ് ദ പിസ്റ്റൺ ഈസ് A1. സോ വാട്ട് വിൽ ബി ദ പ്രഷർ ഓൺ സ്മോൾ പിസ്റ്റൺ? That is P is equal to F1 by A1. That is first equation. And this pressure will be transmitted equally to the larger piston of area A2. അതായത് ഇതേ പ്രഷർ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഏരിയ A2വിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? F2 will be P into A2. അതായത് ഇവിടെ നമുക്ക് എന്താ അറിയാം, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിൽ നിന്ന് ഫോഴ്സ് കാണാമല്ലോ, F2 ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസിലാണെങ്കിൽ, അതായത് രണ്ടാമത്തെ പിസ്റ്റൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? F2 is equal to P into A2 എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് കിട്ടേണ്ടത് എന്തിൻ്റെ ടേംസിലാണ്? ഏരിയയുടെ ടേംസിലാണ്. അപ്പോൾ ഈ പ്രഷറിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? F2 will be equal to F1 by A1 into A2. Okay, we can rearrange it. Then F2 is equal to F1 into A2 by A1. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. പാസ്കൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രഷറും ഏരിയയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏരിയ A1 ആൻഡ് A2 ആണ്. അതുപോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫസ്റ്റ് പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പ്രഷർ തന്നെ ആയിരിക്കും എന്തുണ്ടാവുന്നത്, സെക്കൻഡ് പിസ്റ്റണിലും ഉണ്ടാവുന്നത്. ഈക്വലി ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷറിനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. P is equal to F1 by A1 ആണ്. അപ്പോൾ F2 എങ്ങനെ കാണാം? P into A2 എന്ന് കാണാം. ആ Pക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, F1 by A1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഓഫ് F2 ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2. ദാറ്റ് ഈസ് F2 is equal to F1 into A2 by A1 ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. Next question is, the pressure exerted by a gas is given by the equation P is equal to 1 by 3 nm v square. Here n is the number density of molecules, m is the mass of each molecule, and v square is the mean of squared speed. Find the average kinetic energy of a molecule. What is given here? Pressure exerted by a gas. That equation is given. Pressure exerted by a gas എന്ന് പറയുന്നത് P is equal to 1 by 3 nm v square ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ്, സ്മോൾ m is the mass of each molecule, v square എന്ന് പറയുന്നത് mean of squared speed ആണ്. Then find the average kinetic energy. Average kinetic energy ആണ് നമുക്ക് കാണാനുള്ളത്. സോ ഈ ക്വസ്റ്റിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. സോ ഈ കേസിൽ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല, അത് നമുക്ക് തന്നെ അതായത് പ്രൂവ് ചെയ്യേണ്ടതാണ്. ആ കേസിലാണെങ്കിൽ നമ്മളിവിടെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. സെയിം ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതേ ആൻസർ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇക്വേഷൻ, അതായത് P is equal to 1 by 3 nm v square എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസ് ആണ്. സ്മോൾ ലെറ്റർ n-ന് അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് എഴുതാമല്ലോ. സോ n വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ N by V ആണ്. അതിൽ നിന്ന് ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ സാമ്പിൾ എങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്യാപിറ്റൽ N is equal to സ്മോൾ ലെറ്റർ n into V എന്ന് എഴുതാം. നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷനകത്തുള്ള നമ്പർ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾസിനെ മാറ്റിയിട്ട് ക്യാപിറ്റൽ N ആക്കണം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N by V ആണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ N എന്തായിരുന്നു? സ്മോൾ ലെറ്റർ n into V കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു V എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? LHSനെയും കൂടെ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? PV is equal to 1 by 3 into nm v square എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ എന്നുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് 1 by 3 nm v square എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടിയത്. ഇനി ഇതിൽ എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിചയമുള്ളൊരു ടേമാണ് അല്ലേ. ഹാഫ് എം വി സ്ക്വയർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കൈനറ്റിക് എനർജി ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് എനർജിന്ന് കൊടുക്കാം, കൈനറ്റിക് എനർജിന്ന് കൊടുക്കാം. പക്ഷേ ഇവിടെ RHSനെ വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരും അല്ലേ. ഇൻറ്റു 1 by 2 എന്ന് ചെയ്താൽ അവിടെ മാറ്റം വരും. അപ്പോൾ എന്ത് ചെയ്യണം?
2/2 ചെയ്ത പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ ഒരു മാറ്റവും വരുന്നില്ല. എന്തിനാണ് നമുക്കിവിടെ ഒരു ഹാഫ് എം വി സ്ക്വയർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. സോ പി വി ഈസ് ഈക്വൽ ടു 2/3 n ഇൻറ്റു 1/2 എം വി സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ടേമിനെ n ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ 2/3 ഇൻറ്റു ക്യാപിറ്റൽ ഇ എന്ന് എഴുതാം. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആർ എച്ച് എസിനകത്ത് എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കൈനറ്റിക് എനർജിയിലേക്കുള്ള ഇക്വേഷൻ കിട്ടി. ഇത് പി വി ഈസ് ഈക്വൽ ടു 2/3 ഇ എന്നുള്ളതാണ് നമ്മളെ ഇക്വേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി പി വി ഈസ് ഈക്വൽ ടു 2/3 ഇ എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? പി വി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, പി വി ഈസ് ഈക്വൽ ടു എൻ കെ ബി ടി എന്നുള്ളതാണ്. നമ്മൾ NRT എന്ന് യൂസ് ചെയ്യാറുണ്ട് കെമിസ്ട്രിയിൽ. ഇവിടെ നമ്മൾ എൻ കെ ബി എന്നാണ് അതിന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ഇക്വേഷൻ തന്നെയാണ്, എൻ കെ ബി ടി എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് സെക്കൻഡ് ഇക്വേഷനായിട്ട് എഴുതാം. ഇനി രണ്ട് ഇക്വേഷൻസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ. അതിൻ്റെ LHS സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? RHS ഓൾസോ ഷുഡ് ബി ദ സെയിം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2/3 ഈസ് ഈക്വൽ ടു എൻ കെ ബി ടി. ദെൻ ഇ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇതിനെ 2/3നെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 3/2 ഇൻറ്റു എൻ കെ ബി ടി എന്ന് കിട്ടും. ഇനി ഇവിടെ കാണേണ്ടത് എന്താണ്? യെസ്, ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അതെങ്ങനെ കാണാം? E/n. ഓക്കെ, ദെൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3/2 കെ ബി ടി. ദാറ്റ് ഈസ് E/n is equal to 3/2 kBT. That is the equation for average kinetic energy of a molecule. Again we have a 3-mark question. The question is the displacement of a particle executing simple harmonic motion is y is equal to a sin omega t. Here a is the amplitude and omega is the angular frequency. So here we have given an equation for displacement of a particle in SHM, simple harmonic motion. That is y is equal to a sin omega t എന്നുള്ളതാണ്. അപ്പോൾ അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു കേസിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ a is the amplitude and omega is the angular frequency. First question is draw the variation of velocity of the particle with time. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിന് 1 മാർക്കാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, a 2 kilogram body performs simple harmonic motion of amplitude 20 centimeter and the restoring force acting at that position is 50 Newton. Force is also given. Then find the acceleration and kinetic energy of the particle when the displacement is 10 centimeter. അപ്പോൾ ക്വസ്റ്റനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? a 2 kilogram ബോഡിയാണ്, മാസ് തന്നിട്ടുണ്ട് 2 kilogram. Then amplitude is 20 centimeter and restoring force is 50 Newton. Restoring force തന്നിട്ടുണ്ട്. We have to find the acceleration and kinetic energy of the particle when the displacement is 10 centimeter എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് 10 centimeter ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷനും കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഹിയർ വി ആർ ഗെറ്റിംഗ് 2 marks. അങ്ങനെ ടോട്ടൽ 3 mark ക്വസ്റ്റ്യൻ ആണ്. In the first question we have to draw the velocity time graph. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ നമുക്കറിയാം ഒരു സൈനുസോയിഡൽ വേവ് ആണ് കിട്ടുന്നത്. അവിടെ ടൈമാണ് എക്സ് ആക്സിസിൽ എടുക്കുന്നത്, വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്. ഓക്കെ, ഹിയർ ആംപ്ലിറ്റ്യൂഡ് വി ഹാവ് ടു മാർക്ക്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷനാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടൈം പീരീഡ് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. T/4 ആണ്, T/2, ദെൻ 3T/4, ടോട്ടൽ T. ഓക്കെ, ടൈം പീരീഡ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് വരയ്ക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ റൈറ്റ് ഡൗൺ ദ ഗിവൺ ഡാറ്റ. വാട്ട് ആർ ദ ഗിവൺ വാല്യൂസ്? m is equal to 2 kg. മാസ് 2 kg ആണ്. a 20 centimeter ആണ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ മീറ്റർ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി 20 × 10⁻² മീറ്റർ ആൻഡ് ഫോഴ്സ് ഈസ് ഗിവൺ ആസ് 50 Newton and x is equal to displacement is 10 centimeter. That is also we have to convert into meters. So 10 × 10⁻² meter. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് F is equal to -kx എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് നമുക്ക് എന്ത് കാണാം? k കാണാൻ പറ്റും അല്ലേ? F/x ആണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് F/a. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ്. സോ വി വിൽ ഗെറ്റ് k is equal to 50/20 × 10⁻². ദാറ്റ് ഈസ് 250 Newton/meter എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ആക്സിലറേഷനും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയാണ് അല്ലേ? അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്?
മൈനസ് ഒമേഗ സ്ക്വയർ എക്സിന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടത്, ഇപ്പോൾ കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഒമേഗ സ്ക്വയർ കാണണം. ഓക്കെ, ദെൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഒമേഗ സ്ക്വയർ കാണണം. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം ആണ്. ഇനി കെ വാല്യൂ ഓൾറെഡി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 250/2 ആണ് എന്ത് മാസ്. സോ 250/2 ദാറ്റ് ഈസ് 125 ആണ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ. ഇനി ആക്സിലറേഷൻ കാണാം. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. സോ എ വിൽ ബി ഈക്വൽ ടു മൈനസ് 125 ഇൻറ്റു 10 ഇൻറ്റു 10⁻². സോ ദാറ്റ് വിൽ ബി മൈനസ് 12.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 12.5 ഇൻറ്റു മൈനസ് 12.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്തത്. ദെൻ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഒമേഗ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം എന്ത് കാണണം, കെ കാണണം അല്ലേ. അപ്പോൾ കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് എന്നുള്ളതാണ്. ഹിയർ വി ആർ യൂസിങ് ദാറ്റ് എഫ് ബൈ എ. ഓക്കെ, ഇനി അടുത്തത് കാണാനുള്ളത് എന്താണ്, കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. ബട്ട് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണണം. അപ്പോൾ എങ്ങനെ കാണാം, ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം, ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് നേരിട്ട് കൊടുക്കാം. ബിക്കോസ് വി നോ ഒമേഗ സ്ക്വയർ വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്, റൈറ്റ്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈസ് 125 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. സോ 20 സ്ക്വയർ മൈനസ് ദെൻ വൈ സ്ക്വയർ ഈസ് 10 സ്ക്വയർ ഇൻറ്റു 10⁻⁴ ഈസ്, അതായത് രണ്ടിനും കൺവേർട്ട് ചെയ്തത് എത്രയാണ്, 10⁻⁴ ആണ്. വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, 3.75 ജൂൾ. ഓക്കെ, the next one is answer any 3 questions from 23 to 27. അതായത് 23 മുതൽ 27 വരെ ഉള്ളതിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്യാരീസ് 4 മാർക്സ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ is obtain an expression for displacement by drawing VT graph. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചുകൊണ്ട് എന്ത് കാണണം, ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷനാണ് കാണേണ്ടത്. ഓക്കെ, അടുത്ത കേസിൽ എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 25 മീറ്റർ ഫ്രം ഗ്രൗണ്ട്. ഹൗ ലോങ് ഡസ് ഇറ്റ് റിമെയിൻ ഇൻ എയർ? ഇവിടെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അതായത് 25 മീറ്റർ ഹൈറ്റുള്ള ഒരു ടവറിൽ നിന്നാണ് എന്ത് എറിയുന്നത്, ബോള് 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് എറിയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് താഴെ വീഴാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് നമുക്ക് കാണേണ്ടത്. In the first question, we have to draw the velocity time graph of a particle moving along x-axis with uniform പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അതായത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ള കേസിലാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എക്സ് ആക്സിസിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ടൈമാണ്, വൈ ആക്സിസിൽ വെലോസിറ്റിയാണ്. ആൻഡ് ദാറ്റ് ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Here from velocity time graph, how we can find the displacement. So area under velocity time graph will give displacement. Okay, നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഗ്രാഫിൽ, തന്നിട്ടുള്ളതല്ല നമ്മൾ വരച്ചിട്ടുള്ള ഗ്രാഫിൽ അതിൻ്റെ ടോട്ടൽ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിനെ 2 സെക്ടർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ കാണണം. ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാം, ഏരിയ ഇസ് ഈക്വൽ ടു V0t പ്ലസ് ഹാഫ് ഇൻറ്റു V മൈനസ് V0 ഇൻറ്റു ടി ആണ്. അപ്പോൾ അതായത് അവിടെ വരുന്ന ലെങ്ത് എന്താണ്, V മൈനസ് V0 ആണ്. ദെൻ ഇൻറ്റു ടൈമാണ്, ഹാഫ് BH വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ V0 ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ V0 ഇൻറ്റു ടി ആണ് കിട്ടുന്നത്. ഓക്കെ, സോ V0t പ്ലസ് ഹാഫ് ഇൻറ്റു എന്താ എഴുതാം, V മൈനസ് V0, അതായത് ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാണ് ചെയ്യുന്നത്. സോ V മൈനസ് V0/t ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാം. ഹിയർ V മൈനസ് V0/t ഈസ് ദ ആക്സിലറേഷൻ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് A for V minus V0/t. Then our equation becomes S is equal to V0t plus half AT square. Now we can solve the numerical. അതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്, U തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ്
20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, യു എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്താണ്, -20 ആണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് 10 ആണ് എടുക്കാൻ പറ്റുന്നത്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ദെൻ എസ്, അതായത് 25 മീറ്റർ ആണ് ടവറിൻ്റെ ഹൈറ്റ് അല്ലേ, അതായത് ടവറിൻ്റെ ടോപ്പിൽ നിന്നിട്ടാണ് ഇത് എറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു 25 മീറ്റർ. ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, ടൈമാണ്. എത്ര ടൈം അത് എയറിൽ നിൽക്കും അല്ലെങ്കിൽ താഴത്ത് വീഴാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ ടി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ട് ഏതൊക്കെ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദെൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന്. ഇവിടെ നമുക്ക് ഏതൊക്കെയാണുള്ളത്, എസ് ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്, ദെൻ ടി വി ഹാവ് ടു ഫൈൻഡ് അല്ലേ. സോ വി ക്യാൻ യൂസ് ദ സെക്കൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. സോ എസ് ഇസ് ഈക്വൽ ടു 25 ആണ്, ദെൻ യു ടി മീൻസ് -20t പ്ലസ് ഹാഫ് ഇൻറ്റു എ 10t സ്ക്വയർ. നൗ വി ക്യാൻ റീഅറേഞ്ച് ഇറ്റ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 25 ഇസ് ഈക്വൽ ടു -20t പ്ലസ് 5t സ്ക്വയർ, ബിക്കോസ് 2 and 10 വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വേഷനാക്കി മാറ്റാം. എന്ത് വരും, 5t സ്ക്വയർ -20t -25 ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതായത് ടി സ്ക്വയർ -40 -5 ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ടി -5 ഇൻറ്റു ടി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ടി വിൽ ബി ഈക്വൽ ടു 5 ഓർ -1. അപ്പോൾ ടൈം ഒരിക്കലും എന്തായിരിക്കില്ല, നെഗറ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എത്രയാണ് കിട്ടുന്നത്, 5 seconds ആണ്. Okay, that means the ball will take 5 seconds to reach the ground. Okay, next question is, a child of mass 30 kg is standing inside a lift. First question, what happens to the apparent weight of the child if the lift is moving up with uniform acceleration? അതായത് ഒരു 30 kg വെയിറ്റ് ഉള്ള ഒരു കുട്ടി എവിടെയാണ്, ഒരു ലിഫ്റ്റിനകത്ത് നിൽക്കുന്ന കേസാണ് പറഞ്ഞിട്ടുള്ളത്. സോ യൂണിഫോം ആക്സലറേഷനോട് കൂടി ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ്, ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ അപ്പാരൻറ്റ് വെയിറ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് 1 മാർക്കാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ്. അതായത് അപ്പാരൻറ്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതണം, അതിനും 1 മാർക്കാണ്. ദെൻ ഫൈൻഡ് ദ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദ ചൈൽഡ് ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത കേസ് എന്താണ്, അതായത് അപ്പാരൻറ്റ് വെയിറ്റ് തന്നെയാണ് കാണേണ്ടത്. ഏത് കേസിലാണ്, ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് ഡൗൺവേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അപ്പാരൻറ്റ് വെയിറ്റ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് 2 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലിഫ്റ്റിൻ്റെ കേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻസൈഡ് ദ ലിഫ്റ്റാണ്. ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വെയിറ്റ് ഉണ്ടാവുക, അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to m into a ആണ് അല്ലേ. ഇനി ഫോഴ്സിന് ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും ആ നിൽക്കുന്ന കുട്ടിയിൽ ആക്ട് ചെയ്യുന്നത്, mg ഫോഴ്സ് താഴത്തേക്ക് ഉണ്ട് അല്ലേ. mg എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ഫോഴ്സാണ്, നമ്മുടെ വെയിറ്റ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിനുള്ള നോർമൽ റിയാക്ഷൻ 6 മുകളിലേക്കാണ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഉണ്ടാകുന്നത് എങ്ങോട്ടാണ്, അപ്വേർഡ്സ് ആണ്. അപ്പോൾ ആ കേസിൽ അതായത് mg താഴത്തേക്കാണ്, ആക്സിലറേഷൻ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണാൻ പറ്റും, r - mg ആണ്. ഓക്കെ, സോ r will be equal to m into g plus a എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അപ്പാരൻറ്റ് വെയിറ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ അത് മാത്രമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അപ്പാരൻറ്റ് വെയിറ്റ് ഇൻക്രീസസ് എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് വെയിറ്റ് എപ്പോഴും mg താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, r എന്താണ്, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്, റിയാക്ഷൻ. ഇനി അവിടെ ഉണ്ടാകുന്ന അപ്പാരൻറ്റ് വെയിറ്റ്, അതായത് ആക്സിലറേഷൻ മുകളിലേക്കാണ്, അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ mgയും എയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അവിടുത്തെ റിസൾട്ടൻ്റ് എന്തായി മാറും, r - mg ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ആണ്. അതായത് m into a ആണല്ലോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം, r is equal to m into g plus a. അതായത് r is equal to mg plus ma ആണ്. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ കേസിൽ r is equal to m into g plus a എന്നുള്ളതാണ് രണ്ടാമത്തെ കേസിൽ വരുന്ന ഇക്വേഷൻ. അപ്പോൾ അതിന് നമുക്ക് 1 മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. അടുത്ത കേസിൽ എന്താണ്, ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് ആണ് അല്ലേ. മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ അപ്പാരൻറ്റ് വെയിറ്റ്. അപ്പോൾ ഡൗൺവേർഡ്സ് ഉള്ള കേസിൽ എന്താ സംഭവിക്കുന്നത്,
അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എം ജി എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ആറ് റിയാക്ഷൻ മുകളിലേക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? എം ജി മൈനസ് ആർ ആയിരിക്കും അല്ലേ? എം ജി മൈനസ് ആർ ആവുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം എ ആണ്. അതിൽ നിന്ന് ആർ എങ്ങനെ എഴുതാൻ പറ്റും? എം ജി മൈനസ് എം എ, ദാറ്റ് ഈസ് എം ഇൻറ്റു ജി മൈനസ് എ ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വെയിറ്റ് ഓഫ് ദ ബോഡി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എം ഇൻറ്റു ജി മൈനസ് എ എന്നുള്ളതിൽ എം എത്രയാണ്? യെസ്, എം ഈസ് 30 ഇൻറ്റു എന്താ എഴുതാം? ജി ഈസ് 10 മൈനസ് ആക്സിലറേഷൻ ഈസ് 5. So we will get 150 Newton. Okay, so that is the apparent weight. Next question is, a solid sphere of radius r and density rho is falling through a viscous medium of density sigma and coefficient of viscosity eta. What are the different forces acting on the body? Here we are getting 1.5 marks. ആൻഡ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. അതായത് ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതിന് 2.5 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ് കിട്ടുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു സോളിഡ് സ്ഫിയർ, അതിൻ്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ ലെറ്റർ ആർ ആണ്. ഡെൻസിറ്റി റോ ആണ്. ഇറ്റ് ഈസ് ഫോളിങ് ത്രൂ എ വിസ്കസ് മീഡിയം. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ എന്ത് ചെയ്യാണ്? ഫോൾ ചെയ്യുന്ന സമയത്ത്, അതായത് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റയാണ്. ദെൻ ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും ആ ബോളിനകത്ത് ആക്ട് ചെയ്യുക? അതായത് സോളിഡ് സ്ഫിയർ ആണ്, ആ സ്ഫിയറിനകത്ത് ആക്ട് ചെയ്യുന്ന ഏതൊക്കെ ഫോഴ്സസ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ്സിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഡെറിവേഷൻസിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഡെറിവേഷനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചൊന്ന് പഠിക്കാം. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോളിഡ് സ്ഫിയർ ഏതെങ്കിലും ഒരു വിസ്കസ് മീഡിയത്തിലെ താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എ ഫോളിങ് ഒബ്ജക്റ്റ് ഇൻ ദ വിസ്കസ് മീഡിയം, അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്, അതായത് വിസ്കസ് ഫോഴ്സ് പ്ലസ് ബോയൻറ്റ് ഫോഴ്സ്, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ബോഡി. അതായത് വിസ്കസ് ഫോഴ്സിൻ്റെയും ബോയൻറ്റ് ഫോഴ്സിൻ്റെയും സമ്മ് വെയ്റ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സും ആക്സിലറേഷനും 0 ആയിരിക്കും. ദെൻ ദ ഒബ്ജക്റ്റ് ഡിസെൻസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ആ ഒബ്ജക്റ്റ് താഴത്തേക്ക് വീഴുന്നത് ഏത് വെലോസിറ്റി ആയിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. ആ വെലോസിറ്റി പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിസ്കസ് ഫോഴ്സിൻ്റെയും ബോയൻറ്റ് ഫോഴ്സിൻ്റെയും സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കണം? വെയ്റ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ദെൻ ദ ഒബ്ജക്റ്റ് വിൽ ഡിസെൻഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെർമിനൽ വെലോസിറ്റിയുടെ കേസിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അതിനകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ഡയഗ്രം കാണാൻ പറ്റും. അതിനകത്ത് ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്? എഫ് ജി എന്ന് പറയുന്ന ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സ് എന്തായിരിക്കും? എം ജി ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ എമ്മിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. അപ്പോൾ എർത്തിന് ഒരു കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എർത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം മാസിന്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുള്ളത് ഒരു സ്ഫെറിക്കലായിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാസിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഡെൻസിറ്റിയുടെ ടേമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്തായിരിക്കും? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ്, അല്ലേ? മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം ജിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വോളിയം ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അപ്പോൾ 4/3 പൈ എ ക്യൂബ് ആണ്. എ ആണ് അതിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ 4/3 പൈ എ ക്യൂബ് എന്ന് പറയുന്നതാണ് അതിൻ്റെ വോളിയം. ദെൻ ഇൻറ്റു ഡെൻസിറ്റി റോ. സോ ദാറ്റ് എഫ് ജി, അതായത് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. അതായത് എഫ് ജി ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ആണ്. ഇനി മറ്റുള്ള ഇക്വേഷൻ ഓർമ്മയില്ലാത്തവർ എം ജി എന്ന് എഴുതിയാലും മതി. ഇവിടെ നമ്മൾ എമ്മിന് പകരം എന്ത് എഴുതിയിട്ടുണ്ട്? 4/3 പൈ എ ക്യൂബ് റോ എന്ന് എഴുതിയിട്ടുണ്ട് ഇൻറ്റു ജി. അപ്പോൾ എം ജി എഴുതിയാലും തെറ്റില്ല. അടുത്ത ഫോഴ്സ് ഏതാണ്? ബോയൻ ഫോഴ്സ് ആണ്, അല്ലേ? ബോയൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ എഫ് ബി അത് എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, 4/3 പൈ എ ക്യൂബ് സിഗ്മ ഇൻറ്റു ജി ആണ്, റൈറ്റ്? അതായത് 4/3 പൈ എ ക്യൂബ് ഇൻറ്റു സിഗ്മ ജി എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? വിസ്കസ് ഫോഴ്സ് അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 6 പൈ ഈറ്റ എ വി എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അപ്പോൾ
വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അതായത് എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണ്. ദെൻ ബോയൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ് ആണ്. ആൻഡ് വിസ്കസ് ഫോഴ്സ് എഫ് വി, ദാറ്റ് ഈസ് 6 pi eta എ വി. ഈ 3 ഫോഴ്സസ് ആണ്. ജസ്റ്റ് ഈ പേരുകളൊന്ന് മെൻഷൻ ചെയ്താലും മതി. Now we have to derive the expression for terminal velocity. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ കേസ് എന്താണ് പറഞ്ഞത്? വിസ്കസ് ഫോഴ്സിൻ്റെയും ബോയൻ ഫോഴ്സിൻ്റെയും സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കണം? വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? വിസ്കസ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 pi eta എ വി എന്ന് എഴുതാം. പ്ലസ് ബോയൻ ഫോഴ്സ് ഈസ് 4/3 pi a cube സിഗ്മ ജി എന്നുള്ളതാണ്. അതായത് സിഗ്മ എന്ന് പറയുന്നത് അവിടുത്തെ ഡെൻസിറ്റിയാണ്. that will be equal to എന്തിന് ഈക്വൽ ആയിരിക്കണം? വെയിറ്റ് ഓഫ് ദ ബോഡി എം ജിക്ക് ഈക്വൽ ആയിരിക്കണം. സോ ഹിയർ എം ഈസ് 4/3 pi a cube into rho. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/3 pi a cube rho into g. അതിന് ഈക്വൽ ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? 6 pi eta എ വി. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ടേം മാത്രം LHSൽ നിർത്തുക, ബാക്കി ടേംസിനെ RHSലേക്ക് കൊണ്ടുപോവുക. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4/3 pi a cube എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ദാറ്റ് ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി എന്ന് എഴുതാം. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഡെറിവേഷനാണ്. അതിൽ നിന്ന് ടെർമിനൽ വെലോസിറ്റി കാണാമല്ലോ. അതായത് വി ടി വിൽ ബി ഈക്വൽ ടു, അത് ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്ത ടേംസ് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന എന്താണ്? റിമൈനിങ് തിങ്സ് ആർ 2a² റോ മൈനസ് സിഗ്മ ജി ബൈ 6 eta എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/9 a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി ബൈ ഈറ്റ എന്നുള്ളതാണ്. ഈറ്റ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റിയാണ് അവിടെ തന്നിട്ടുണ്ട്. ഡെൻസിറ്റീസ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ. അടുത്തത് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എന്ന് പറയാം. അതായത് ഡ്രോ ദ പാറ്റേൺസ് ഓഫ് വേവ് ഫോംസ് ഓഫ് ദ ഫസ്റ്റ് 2 ഹാർമോണിക്സ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പാണ്. അതായത് ഒരു ക്ലോസ്ഡ് പൈപ്പിനകത്തുള്ള ഫസ്റ്റ് 2 ഹാർമോണിക്സ് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഷോ ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ദ ഫ്രീക്വൻസീസ് ഓഫ് ഫസ്റ്റ് 2 ഹാർമോണിക്സ് ആർ ഇൻ ദ റേഷ്യോ 1:3 എന്നുള്ളത് വളരെ ചെറിയൊരു പ്രൂഫാണ്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ടോട്ടൽ 4 മാർക്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയഗ്രം വരയ്ക്കണം. അതുപോലെ തന്നെ അതായത് എങ്ങനെയാണ് മാക്സിമം സ്പീഡ്, സേവ് സ്പീഡ് കാണാനുള്ള എക്സ്പ്രഷൻ കാണുക എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. വിത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ അതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ അതായത് ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ടോട്ടൽ 5 മാർക്കിനാണ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് ദ ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിമ്പിൾ പെൻറ്റുലം ആർ സിമ്പിൾ ഹാർമോണിക് ആണെന്നുള്ളത്. അതായത് എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻറ്റുലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ തന്നെ വാട്ട് ഈസ് എ സെക്കൻഡ്സ് പെൻറ്റുലം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻറ്റുലം. സെക്കൻഡ്സ് പെൻറ്റുലം എന്താണെന്നുള്ളത് അറിയാലോ അല്ലേ? അതായത് ഇഫ് ദ പെൻറ്റുലം ഹാവ് എ പീരീഡ് ഓഫ് 2 seconds, അതായത് 2 seconds ആണ് ഒരു പെൻറ്റുലത്തിൻ്റെ പീരീഡ് ടൈം പീരീഡ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ്സ് പെൻറ്റുലം. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻറ്റുലം എത്രയായിരിക്കും? 1 meter ആയിരിക്കും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒഴിവാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ എസ്സേകളെല്ലാം പഠിക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ട്, ബെർണോളിസ് പ്രിൻസിപ്പിൾ എല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ഓഫ് റോഡ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതൊന്ന് കണ്ടുപഠിക്കുക. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.